അയാൾക്കൊരു ചുവപ്പ് കാർഡ് വാങ്ങിക്കൊടുക്കാൻ സാക്ഷാൽ ലയണൽ മെസ്സി വരെ ശ്രമിക്കുന്ന കാഴ്ച ഫൈനലിടെ ലോകം കണ്ടതാണ്. കുക്കുറയെ എതിർതാരങ്ങൾ എത്രത്തോളം ഭയക്കുന്നു എന്നത് അവിടെ വ്യക്തമായി കാണാം. നമുക്ക് സ്പെയിനിലേക്ക് തന്നെ പോകാം. അവിടെയാണ് കഥയിലെ ട്വിസ്റ്റുകൾ അത്രയും നടക്കുന്നത്. തലസ്ഥാനമായ മഡ്രിഡിൽ ഫുട്ബോൾ ലോകകപ്പിനുള്ള സ്പാനിഷ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ലാറോജക്കാർ വരെ ഞെട്ടി. ഫുട്ബോൾ ഫാക്ടറിയായ റയൽ മാഡ്രിഡിൽ നിന്ന് മരുന്നിന് പോലും ഒരാളില്ല. കോച്ച് ലൂയിസ് ഡെ ലാ ഫ്യൂണ്ടയുടെ നേർക്ക് വിമർശനങ്ങളുടെ കൂരമ്പുകൾ പ്രയോഗിച്ച് സ്പാനിഷ് ഫുട്ബോളിലെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തെത്തി. റയലിൽ നിന്ന് ഒരാളുമില്ലാത്ത ലോകകപ്പ് ടീമോ? പക്ഷേ ലോകകപ്പ് തുടങ്ങി 4ാം നാൾ സ്പെയിൻ ടീമിൽ നിന്നൊരാൾ റയൽ മാഡ്രിഡിലെത്തി. ചുരുണ്ട മുടിയുള്ള 27-കാരൻ പയ്യൻ, മുൻ ബാഴ്സലോണ താരം, ലാമാസിയ അക്കാദമിയുടെ പുത്രൻ, ഈ ലോകകപ്പിലെ ഹീറോയായവൻ മാർക്ക് കുക്കുറയ സസറ്റെ എന്ന അത്ഭുത താരം. ലോകകപ്പ് ഫുട്ബോളിന്റെ നീണ്ട കാലത്തിന് വിരാമമായി. മെക്സിക്കോയിലെ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ തുടങ്ങി അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലായിരുന്നു കലാശപ്പോരിന് ഫൈനൽ വിസിൽ മുഴങ്ങിയത്. ഖത്തറിൽ കപ്പുയർത്തിയ മെസ്സി പടയെ തീർത്തും നിഷ്പ്രഭരാക്കി സ്പാനിഷ്കാരുടെ 2ാം വിപ്ലവത്തിന് അവിടെ കൊടിയേറ്റമായിരുന്നു. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിൽ നിന്നുമായി ഫുട്ബോൾ ലോകത്തിന് കിട്ടിയത് ഒരുപിടി മികച്ച താരങ്ങളെയാണ്. 40-കാരനെങ്കിലും ചെറുപ്പത്തിന്റെ പ്രസരിപ്പുള്ള വസീനയും കൗമാരക്കുതിപ്പിന്റെ പൗ കുബാർസിയും ലെമീൻ യമാലും വരവറിയിച്ചു കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പ്. സ്പാനിഷുകാരിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. അവിടെ ഇപ്പോഴും ആഘോഷം തീർന്നിട്ടില്ല. തലസ്ഥാന നഗരിയിൽ ചുവപ്പണിഞ്ഞ് വസന്തകാലം കാലാതീതമായി പരന്നൊഴുകുകയാണ്. ആദ്യ മത്സരം മുതൽ ഒടുവിൽ കലാശപ്പോരിൽ വരെ മനം കവർന്ന ഒരാളുണ്ട് അവിടെ, മാർക്ക് കുക്കുറയ. 5 അടി 9 ഇഞ്ച് പൊക്കമുള്ള ചുരുണ്ട മുടിക്കാരനായ ഒരു മനുഷ്യൻ, പ്രായം 28 പിന്നിട്ട യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ഒരാൾ. ലോകകപ്പിന് ശേഷം സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കുക്കുറയ കിരീടം കവറിലാക്കി പോകുന്നത് കണ്ടപ്പോൾ പലരും ചോദിച്ചത് ഇതാണ്: ഇത് കപ്പല്ലേ? കപ്പയല്ലല്ലോ എന്നാണ്. കളിക്കളത്തിലും പുറത്തും ചിരിച്ചും സൗഹൃദം പങ്കിട്ടും കളിക്കുന്ന ഒരാളാണ് അയാൾ, സ്പാനിഷുകാരുടെ ഇഷ്ടത്തോഴനും. ജൂൺ 15-നാണ് മാർക്ക് കുക്കുറയുമായി റയൽ മാഡ്രിഡ് ധാരണയിലെത്തിയത്. അഥവാ ലോകകപ്പ് തിളങ്ങി അല്പനാളുകൾക്ക് ശേഷം ഒരു വേനൽക്കാല ട്രാൻസ്ഫറിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ചെൽസിയിൽ നിന്ന് അയാൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അതും വിഖ്യാതമായ സാന്റിയാഗോ ബെർണബുവിലേക്ക്.